ഹലോ ഡിയേഴ്സ്, അപ്പോൾ പ്ലാവൊക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇന്ന് നമ്മളൊരു പഴുത്ത ചക്ക ഇടാൻ പോവുകയാണ്. പിന്നെ കുറച്ച് ഉണക്കമീൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ ഈ രണ്ട് വിഭവങ്ങളും ഇന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള കുറച്ച് വിഡ്ഢിത്തരങ്ങളും പിന്നെ കുറച്ച് ബ്ലൂപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അമ്മയാണല്ലോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് മിക്കവാറും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ദേ നിങ്ങളെ ഒരാളെയും കൂടെ കാണിച്ചു തരാവേ. വിശക്കുന്നോ? ഇങ്ങോട്ട് നോക്ക്, ബാ തരാം ബാ. ഈ പട്ടിക്കുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഷോർട്ട് വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തള്ളപ്പട്ടി വന്നിട്ട് കുറേ ഒരു 7 പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അതിലെ ഒരു കറുത്ത പട്ടിക്കുട്ടിയാണ് കേട്ടോ ഇത്. ഇത് പെൺപട്ടിയാണ്, ബാക്കി എല്ലാ ആൺകുട്ടികളായിരുന്നു കേട്ടോ. എല്ലാവരും ഞാനാ വഴിയിലോട്ട് പോയി. ഇപ്പോൾ ഇവൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എന്നെ കടിക്കല്ലേ, എൻ്റെ കയ്യിലൊന്നുമില്ല കുട്ടി, എൻ്റെ കയ്യിലൊന്നുമില്ല. കൊണ്ടുതരാം, അവിടെ നില്ല്, അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. ഇപ്പം കൊണ്ടുതരാവേ, ഇപ്പം കൊണ്ടുവരാം. അവിടെ ഇരിക്കണേ, ഇപ്പം കൊണ്ടുവരാവേ. തിന്നു. അന്ന് ആ 7 പട്ടിക്കുട്ടികളിൽ ഇപ്പോൾ 5 എണ്ണം മാത്രമേ ഉള്ളൂ. 2 എണ്ണം ചത്തുപോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയെല്ലാം ഭയങ്കര ശല്യമാണ്. നമ്മുടെ സിറ്റൗട്ടിലൊക്കെ കയറി കിടക്കുക, ചെരുപ്പൊക്കെ അടിച്ചുകൊണ്ട് പോവുക, അതൊക്കെയാണ്. അപ്പോൾ അത് വീണ്ടും എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നതാണ്. അപ്പോഴാണ് കാക്ക അത് തിന്നുന്നത് കണ്ടത്. അപ്പോൾ വീണ്ടും പോയി ചെന്ന് തിരിച്ച് കാക്ക തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന് തിന്നുവാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ കൊടുക്കും. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ചക്ക, നല്ല പഴുത്ത ചക്കയായിരുന്നേ. അപ്പോൾ ഇത് വരിക്കച്ചക്ക തന്നെയാണ്. അപ്പം എന്തായാലും ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ നമ്മൾ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ കുറച്ചൊരു ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ, വട്ടയപ്പം കുറച്ചും കൂടെ ഒരു ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേങ്ങയും എല്ലാം ചേർത്തിട്ട് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ചക്കച്ചോള ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വെച്ച്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല കട്ടി കൂടിയ ടൈപ്പ് ചുളയാണ് ഇതിനുള്ളത്. ഇത് വരിക്ക തന്നെയാണ്. ഇതിനകത്ത് ചുള കുറവായിരിക്കും, ചവണിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഒരു ചക്ക ടൈപ്പാണിത്. നമുക്ക് പിന്നെ വേറെ വരിക്കയുണ്ട്, അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല മധുരമുള്ള ടൈപ്പ് വരിക്കയാണ്. അത് നമ്മുടെ എല്ലാം ചക്കയെല്ലാം തീർന്നു പോയി. അപ്പോൾ പിന്നെ ഇതെടുക്കുകയാണ്. ഇത് നിങ്ങൾ കണ്ടില്ലേ, കുറേ ഉണ്ട്. ഇപ്രാവശ്യം ചക്ക മേടിക്കാനായിട്ടും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറേ ചക്കയുണ്ട്. കുറേ പേർക്കൊക്കെ കൊടുത്തു. പിന്നെ പഴുത്ത ചക്ക നമ്മൾ ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. ഇതും മധുരമൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കട്ടി കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തതല്ലാതെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇട്ടിട്ട് വേറെയും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതെല്ലാം കൂടെ ഈ ഒരു മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ഈച്ചയൊന്നും അല്ലേ, അത് തേങ്ങയുടെ തോടാണേ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല പുളിച്ച് പൊങ്ങിയിട്ടുള്ള മാവായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പാവ് കാച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോറും ഒക്കെ ചേർത്ത് അരച്ചതാണ്. അപ്പോൾ ചോറ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക ഞാൻ കുറച്ചും കൂടെ ഏറെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഗോതമ്പ് പൊടി വേറെ പ്രത്യേകിച്ച് നമ്മൾ ചേർത്തിട്ടും ഇല്ല. ഇത്രയൊക്കെയാണ് കേട്ടോ, തലേദിവസം എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും തന്നെ മതി ഒന്ന് പശപ്പായിട്ട് കിട്ടി വരാൻ. അപ്പോൾ ഇത്രയാണ് ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താ പറയുക, ഒരു ഇതിനകത്തോട്ട് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്ത് നല്ല പെർഫെക്റ്റായ അപ്പമാണെന്ന് നോക്കിക്കേ. വാവ്, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ ചക്ക വട്ടയപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കശുവണ്ടിയും കിസ്മിസും ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്തോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ചക്ക അരിഞ്ഞത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുകയാണ്. ശരിക്കും ഞാൻ വിചാരിക്കുകയായിരുന്നു കേട്ടോ, ഇത് വല്ല ഓവൻ വല്ലതും ഉണ്ടായിരുന്നു അതിനകത്തോട്ടങ്ങനെ വെച്ചിരുന്നത് നല്ല കേക്കാക്കി എടുക്കാമായിരുന്നു. അപ്പോൾ അതെ ഞാൻ ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അപ്പം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലേ. കട്ട് ചെയ്തൊക്കെ ചൂടോടെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തണുത്ത് കഴിയുമ്പോൾ എടുക്കാമെന്ന്, പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവസാനം സ്പൂൺ വെച്ച് കോരി ഐസ്ക്രീം പോലെയാണ് കുടിച്ചത്. അതുപോലെ പളവളാന്നിരിക്കുകയായിരുന്നു. അപ്പം ഇത് അങ്ങനെ ഫ്ലോപ്പായി പോയി. എന്നാലും പിന്നെ കഴിക്കേണ്ടി വന്നു. കാണാൻ പറ്റുമോ? രണ്ടാമത്തത് എൻ്റെ കൈയല്ല, എന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ എങ്ങനെയാ? അപ്പം നീ പുറകോട്ട് ഇറങ്ങി നിൽക്കുക. അതിൻ്റെ മാത്രമൊക്കെ കാണും. മാത്രമല്ല എനിക്ക് കാണട്ടെ. ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ ഇങ്ങോട്ടും പോകണം, ഇങ്ങനെ വെച്ചാൽ മതി. നിൻ്റെ കയ്യേ കാണത്തുള്ളൂ.
കാണാൻ പറ്റത്തില്ല. എന്റെ ഇവിടെ കാണാവോ? ഇല്ല. പിന്നെ എന്തോ കാണുന്നത്? ഇവിടെ നീ അങ്ങനെ നിൽക്കുന്നോണ്ട് നിന്നെ കാണാൻ പറ്റത്തില്ല. ഈ അടുപ്പേരെ നിൽക്കുന്നത് കാണത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്ന കാണത്തില്ലയോ? ഇല്ലടി, നീ ഇങ്ങനെ ഇവിടെ ഞാൻ വന്ന് നിൽക്കാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നീ അവിടെ നിന്ന് നിന്റെ മുഖം ഒന്നും കാണാൻ ഒക്കത്തില്ല. മുഖമല്ല, അല്ലാതെ എന്നെ കാണത്തില്ലയോ? ഇപ്പൊ കാണാം. തുണി കുന്തോ. ഇതാണ് ക്യാമറയുടെ പുറകിലുള്ള പരിപാടികൾ. ഇങ്ങനെ ആയിരിക്കും മിക്കപ്പോഴും വീഡിയോസൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതൊന്നും കാണുന്നില്ല, എന്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ വരുന്നല്ലേ. ഇനി ഞാൻ അടുത്ത ചെയ്തിട്ടുള്ള പണിയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു. ഇതൊക്കെ ഞാൻ പകുതി ആയപ്പോഴാണ്. കാരണം ഒന്നാമത് വഴക്കും ദേഷ്യവും അതും ഇതും എല്ലാം ആയപ്പോൾ ഇതെല്ലാം മറന്നുപോയി. ഒന്നാമത് അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഒരു രസമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങനെ തേങ്ങ ഏകദേശം പകുതി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചുവന്നുള്ളി അതെല്ലാം ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മണ്ടത്തരം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് വഴിയെ കാണാം. ആ ഒരു സാധനമാണ് ഇത്, വാളൻ പുളിയെ. ഇതും ആദ്യം അതിൻ്റെ കൂടെ തന്നെ ഇടേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാനത് ആ ഉണ്ടായിട്ടെടുത്ത് അതിനകത്തോട്ടങ്ങ് ഇട്ട് കുരുവൊക്കെ കുറച്ച് നോക്കി കളഞ്ഞിട്ടൊക്കെയാണ് ഇട്ടത്. പക്ഷേ എന്നാലും അത് ഞാനിട്ട് ഇപ്പോൾ കണ്ടോണം അടുത്ത പണി. തേങ്ങയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതെല്ലാം അങ്ങോട്ട് ഒടിച്ചൊടിച്ച് അങ്ങോട്ട് ഇടുകയാണ്. ഒന്നാമത് ഒരിച്ചിരി പിച്ചി പിച്ചി കീറിയായിട്ട് ഇടേണ്ടതായിരുന്നു, അതെല്ലാം ഇനി മൂത്ത് വരണ്ടേ. അങ്ങനെ ഞാൻ ആ നാരങ്ങ വലിപ്പമുള്ള പുളി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി ഇടുകയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കാറുണ്ട്. നമ്മുടെ മൂടേ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ശരിയാവത്തില്ല. ചിലത് വെള്ളം കൂടും, ചിലത് എരിവ് കൂടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാം മൂത്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അമ്മയും ഞാനുമായിട്ട് മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ അമ്മയോട് പിടിച്ച് വെച്ചേക്കാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല അമ്മ മൊബൈലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് തമ്മിൽ അടി കാണും. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണം കിട്ടിയത് വലിയ ക്വാളിറ്റി ഇല്ല, അപ്പോൾ അത് റിട്ടേൺ ചെയ്തു. പിന്നെ അടുത്തൊരെണ്ണം പറഞ്ഞേക്കാണ്, അപ്പോൾ അത് നാളെ കിട്ടും. അപ്പോൾ അത് ഞാൻ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ചിരിയായിരിക്കും. ഇത് പകുതി ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനെല്ലാം എഡിറ്റ് ചെയ്യുന്നത്. നാളെ വരും. അമ്മ കുറച്ച് ദയനീയമായിട്ട് എന്നോട് ചോദിക്കുകയാണ് ട്രൈപോഡ് വന്നോ എന്നുള്ളത്. വന്നു കഴിയുകയാണെങ്കിൽ പിന്നെ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇടണം. ഇളക്ക്. അതൊന്ന് ഒടിച്ചു കാണിയില്ലേ? മതി മതി മതി. ഇനിയാണ് ട്വിസ്റ്റ്, കണ്ടോണേ. ഇങ്ങനെയൊന്നും അല്ലടാ ഇത്. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഇത് കഴുകിയിട്ടില്ലായിരുന്നു. കഴുകാതെ അതോടെ എടുത്തിട്ട് അങ്ങോട്ട് വറക്കുമായിരുന്നു. എനിക്കിതൊക്കെ കഴുകാതെ വറുത്ത് തിന്നാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അന്നേരം ഞാൻ പറഞ്ഞില്ലേ, എടുത്തിട്ടങ്ങ് എന്താ പറയുക, അന്നേരം അതുപോലെ എടുത്തങ്ങ് ഇടുമായിരുന്നു. പിന്നെ അമ്മ കഴുകുന്ന വീഡിയോയും കൂടി എനിക്കൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തില്ല. അപ്പം ഞാൻ തന്നെ ഇരുന്ന് പാട്ടൊക്കെ പാടി, തുടരും മൂവിയിലെ മറ്റേ കൊണ്ടാട്ടം സോങ് ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് പാടിയിട്ടങ്ങോട്ട് വറക്കുകയാണേ. ദേഷ്യമൊക്കെ ഒന്ന് മാറണ്ടേ. കടപ്പുറത്തെല്ലാം കിടന്ന് ഉണങ്ങിയ മീനെ ഞങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അതിനെ ചൂടത്തിട്ട് റെഡിയാക്കി, പിന്നെ വീണ്ടും അതിനെ കുളിപ്പിച്ചു. അതിനെ വീണ്ടും ഇട്ട് ഞാൻ അലൂമിനിയം ചട്ടിക്കകത്തിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തും ഉണ്ട് പണി, അതും കാണിച്ചു തരാമേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീനെല്ലാം ഏകദേശം വെള്ളമൊക്കെ തോർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ നിങ്ങൾ ആരും കാണിക്കരുത്, ഓക്കെ? ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മൊബൈലിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ അലൂമിനിയം ചട്ടിയല്ലേ, തീ ഒന്ന് കുറച്ച് ഞാൻ കൂട്ടിയും കൂടെ വെച്ച് കൊടുത്തു. അകത്തോട്ട് കരി കയറി അതിന് അടി കിടക്കുന്ന പൊടിമീനെല്ലാം കൂടെ കരിഞ്ഞു. ഇതിനിടയിൽ വേറൊരാൾ നമ്മുടെ ഹാളിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, മീനിൻ്റെ മണം പിടിച്ചുകൊണ്ട്. കണ്ടോ? അങ്ങനെ എന്തൊക്കെയാണ് അന്ന് നടന്നത്. എന്തായാലും ഞാൻ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒത്തിരി ഇതായിട്ട് പൊടിയരുത് കേട്ടോ, അല്ലെങ്കിൽ മറ്റേ തീയലിനുള്ള പരുവായിപ്പോവും. പിന്നെ ഉണക്കമീനോട് പൊടിച്ചതേ അടിപൊളിയായിട്ട് ഇതെന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. പിന്നെ ചക്കയപ്പത്തിൻ്റെ അത്രയും കുഴപ്പമില്ല, എന്നാലും ഇത്രയും വിഡ്ഢിത്തരങ്ങളാണ് ഞാൻ അന്ന് കാണിച്ചത്. കുറേ സമയം പോയി ഇതിന് വേണ്ടിയിട്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക്